അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന CKM സാദിഖ് മുസ്ലിയാർ അവർകളെ, ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്കേവർക്കും ആദരണീയനായ സമസ്തയുടെ സമന്നതനായ നായകൻ കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അവർകളെ, വേദിയിലുള്ള പ്രിയപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് അവർകളെ, ആനങ്ങാട് അബ്ദുറഹിമാൻ മുസ്ലിയാർ, ഷമീർ ഫൈസി, അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ അവർകളെ, പ്രിയങ്കരനായ നാസർ ഫൈസി കൂടത്തായി, പ്രിയപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപടി, വേദിയിൽ ധാരാളം പണ്ഡിതന്മാരും ഇവിടെ ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്ന കബീർ അൻവരിയും അതുപോലെ തന്നെ ഹബീബ് ഫൈസി കോട്ടോപ്പാടവും തുടങ്ങിയ ഇതിന്റെ മുഖ്യ സംഘാടകരും, അതുപോലെ തന്നെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് TSD അവർകളും, ഫായിദ ബഷീറും, കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ള സലാം മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഒക്കെയുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. വേദിയിലുള്ള നമ്മുടെ സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ സയ്യിദ്മാർ, ബഹുമാന്യനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കരീം സാഹിബ്, അതുപോലെ തന്നെ തങ്ങൾ, മറ്റ് പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ, ബഹുമാന്യരായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളം ശ്രദ്ധിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ണാർക്കാട് SKSSFന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു വിശദീകരണ സമ്മേളനം നടത്തേണ്ടി വന്നതിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിവുള്ളതാണ്. മണ്ണാർക്കാട് ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒരു മുന്നണി ജയിച്ചിട്ടുണ്ട്. അതിന് കേരളീയ രാഷ്ട്രീയത്തിലോ നമ്മുടെ സാമുദായികമായ സംവിധാനങ്ങളിലോ വലിയ പ്രാധാന്യമൊന്നും കൈവന്നിട്ടില്ല. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചില ആളുകളുടെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം സമുദായത്തിന്റെ കൃത്യമായ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിലയിരുത്തപ്പെടലുകൾക്ക് ഇന്ന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം മാത്രമല്ല, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലെ, അതോടൊപ്പം മണ്ണാർക്കാട് മണ്ഡലത്തിന് പുറത്തുമുള്ള എല്ലാ ജാതിമത വിഭാഗങ്ങളും, എല്ലാ സഹോദര സമുദായങ്ങളും ഏറെ അമർഷത്തോടും പ്രതിഷേധത്തോടും കൂടി കണ്ട ഒരു പ്രഖ്യാപനമായിരുന്നു അത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്കറിയാം, മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്നും കേരളം ആര് ഭരിക്കുന്നോ അവർക്കൊരു മെമ്പറെ കൊടുക്കുന്ന ഒരു പതിവ് ശൈലിയാണ് മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിനുള്ളത്. കേരളം UDF ഭരിക്കുമ്പോൾ UDFനൊരു മെമ്പറെ കൊടുക്കും. കേരളം LDF ഭരിക്കുമ്പോൾ LDFനൊരു മെമ്പറെ കൊടുക്കും. കേരള ഭരണം പോലെ തന്നെ മാറി മാറി വരുന്ന LDF UDF ജനപ്രതിനിധികളാണ് മണ്ണാർക്കാട് ഇന്നേ വരെ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, ആ രാഷ്ട്രീയ ചിത്രങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിധിയുടെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിന്റെ കാര്യകാരണങ്ങൾ
രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ വിലയിരുത്തേണ്ടതും അത് പറയേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ടവർ പറയട്ടെ. നമ്മൾ നമ്മുടേതായ വീക്ഷണകോണിൽ നമുക്കത് വിലയിരുത്താം. എന്നാൽ അതൊക്കെ വരുന്നതിന് മുമ്പ് കേരളം ഇടതുപക്ഷത്തേക്ക് ചെരിഞ്ഞിട്ടും സ്വാഭാവികമായും അത്തരമൊരു ചായ്വ് കാണിക്കേണ്ട ഈ സന്ദർഭത്തിലും മണ്ണാർക്കാട് നിയോജക മണ്ഡലം അതിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ ചായ്വിന് വിപരീതമായി നിന്നുകൊണ്ട് അതിശക്തമായ ഒരു ജനവിധി ഉയർത്തിവിട്ടതിന്റെ പിന്നിൽ ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ, ജനഹിതങ്ങളെ അട്ടിമറിക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങളോടുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 5 കൊല്ലക്കാലം എല്ലാ വിഭാഗം ജനങ്ങളോടും സൗഹാർദ്ദത്തോടുകൂടി എല്ലാ മേഖലകളിലും വികസനം എത്തിച്ചുകൊണ്ടും എല്ലാവരോടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടുമാണ് ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട്. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പറയാറുണ്ട് ഞങ്ങൾ പിന്തുണച്ചോടൊക്കെ ജയിച്ചു എന്ന് പറയാറുണ്ട്. ഇപ്പോ ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്തുണച്ച ആൾ മണ്ണാർക്കാട് മാത്രമേ ജയിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങള്. അപ്പൊ പിന്നെ സൗകര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരാളെ തോൽപ്പിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആര് ജയിച്ചാലും അതിന്റെ ആള് നമ്മളാണ് എന്ന് പറയാം. അപ്പോ ഒരാള് അത് മാത്രമേ ഞങ്ങൾക്ക് തെറ്റിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം ഇന്നലെ ഗൾഫിൽ വെച്ച് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. മണ്ണാർക്കാട്. അപ്പൊ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞത് തെറ്റിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഇന്നലെ പറയുന്നത് എന്താ വെച്ചാൽ മണ്ണാർക്കാട് തെറ്റിപ്പോയി, ബാക്കിയൊക്കെ ശരിയായി. ബാക്കിയൊന്നും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മളെ സഹായിച്ചവരെ സഹായിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഈ ജാതി രാഷ്ട്രീയ ഗിമ്മിക്കുകൾ എന്ന് നമ്മൾ കാണാറുണ്ട്. ഞങ്ങളൊന്നും അതിനെ അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. അതതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വെക്കും. അത് അതിനെ അങ്ങനെ തർക്കിക്കാനും അതിനോട് വലിയൊരു തർക്കം പ്രഖ്യാപിക്കാനൊന്നും പോവാറില്ല. അതെല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറുള്ളതാണ്. ജയിച്ചാൽ നമ്മളെ പങ്ക് അതിലുണ്ട്, ആരെങ്കിലും തോറ്റാ പറയും അതൊക്കെ അന്ന് നോക്കണമായിരുന്നു, അതിനും നമ്മളെ പങ്കുണ്ട് എന്ന് പറയും. അപ്പോ അതൊന്നും ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പൊ SKSSF ഇത് വിശദീകരിക്കുന്നത്, ഇവിടെ ഈ ഒരു സാഹചര്യം രൂപപ്പെട്ട് വന്നപ്പോ അതിൽ SKSSF കാണിച്ചിട്ടുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ ന്യായത്തിന്റെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത് നിന്നപ്പോ, അങ്ങനെ നിന്നവരെ വേട്ടയാടിയപ്പോ അതിനെതിരായി ഈ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അപ്പുറത്തുനിന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴാണ് അതിനെതിരായ പ്രതിരോധ നിര ഇപ്പുറത്ത് സൃഷ്ടിച്ചത്. ഈ പ്രതിരോധ നിരയുടെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് കൂടി ഇവര് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തി വല്ല പരിചയമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഞാൻ ചോദിക്കാം, കുറെ ടെൻഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കുറെ അരിയും സാധനങ്ങളും ഒക്കെ കൊടുന്നു വെച്ചു, എന്നിട്ട് ഇങ്ങനെ അട്ടപ്പാടിയിലെ കോളനിയുടെ സമീപത്ത് ഇങ്ങനെ കൊടുന്നു വെച്ചു കാണുമ്പോൾ നമ്മളെ ആൾക്കാർക്ക് ഭയങ്കര പ്രയാസം. അതിപ്പോ കൊടുക്കാൻ പോവാണ്. ഞാൻ പറയണത് അത് കൊടുത്താൽ പോലും വോട്ട് കിട്ടൂല. ഇതിങ്ങനെ ഇപ്പൊ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തൊരു ടെൻഷൻ. പോലീസ് പോയി അത് പിടിച്ചു. അതൊരു ഇലക്ഷൻ ഒഫൻസ് ആണ്, തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ്, ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊരു കല്യാണത്തിന് പോയാൽ പോലും ഒരു പാവപ്പെട്ടവന്റെ കല്യാണമാണെങ്കിൽ 10 രൂപ കൊടുക്കണം എന്ന് തോന്നിയാൽ അപ്പൊ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ കണ്ടില്ല, CP മുഹമ്മദ് എന്തോ ഒരു കൈ കൊടുത്തതാണ്, കാശ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയണത്. അത് അതിന്റെ വഴിക്ക് പോട്ടെ, അത് പരിശോധിക്കും, അതിന് നിയമം അതിന്റെ വഴിക്ക് പോകും. അപ്പൊ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുറെ അസ്വാരസ്യങ്ങൾ, തരി കൊടുക്കാൻ പോവുക, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ചിലർക്ക് പണം കൊടുക്കാൻ പോവുക. ഈ പണം കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ പരസ്യമായി നിങ്ങളെടുത്ത് ഇനിയിപ്പോ എത്ര പണം ഉണ്ടെങ്കിലും കയ്യിൽ കാശ് വെച്ച് ആൾക്കാർ ഇങ്ങനെ വാങ്ങാൻ നിൽക്കണം. അപ്പൊ ഇതൊക്കെ ഒരുതരം ജനാധിപത്യത്തെ അപഹസിക്കലായിരുന്നു. അതാണ്, നിങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കാം, അതിന് ഞങ്ങൾക്ക് ആർക്കും പ്രതിഷേധമില്ല. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായ വീക്ഷണത്തിൽ ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് ഒന്നുകിൽ UDF വരും അല്ലെങ്കിൽ LDF വരും അല്ലേ?
LDF വന്നാൽ അവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണ അവർക്ക് കൊടുക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം അത് വാങ്ങുകയും ചെയ്തോളൂ. അത് മുമ്പും വാങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷെ അതിന് വേണ്ടാത്ത ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. അപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. പിന്നെ പ്രാർത്ഥനകളെ വല്ലാതെ അപഹസിച്ചു. എത്രമാത്രം നാണം കെടുത്തി. ഇതര സമുദായ അംഗങ്ങൾ പോലും വാട്സപ്പിൽ ഈ സാധനം ഒക്കെ കേൾപ്പിച്ചു തരാണ്. ഇതിങ്ങനെ ചെല്ലിയ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട്. അല്ല, സത്യത്തിൽ അതല്ല, നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതില് നന്മയും തിന്മയും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വിധിച്ചു നോക്കാൻ നമുക്കുണ്ടാവും. അതാണല്ലോ വിശ്വാസത്തിന്റെ ഏറ്റവും സമന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ചെറിയ പിഞ്ചു മക്കളെ കൊണ്ട് മാലയും മൗലൂദും ഒക്കെ ചെല്ലിച്ച് അതില് വളരെ അങ്ങ് മഹാപണ്ഡിതനാണ്, ഞാനൊരു പാവൽ. എന്നിട്ട് അങ്ങനെയുള്ള എന്റെ പേരതിൽ വരികയാണ്. അതാണ് രസം. എന്റെ പേരതിൽ വരിക. ഈ പഹയനെ തോപ്പിക്കണേ എന്ന് ബാക്കിയാൻ പാടില്ല. ബാക്കി അവര് ദോഷോദ്ദേശത്തിലാണ് സൂചിപ്പിച്ചതെങ്കിലും അതൊക്കെ മഹത്തായ ആളുകളുടെ പേരുകളാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളത് പറയണ്ട. ഇങ്ങനെ ഇതിനങ്ങ് അപഹസിച്ചു കളഞ്ഞു. ഇസ്ലാമികമായ പ്രാർത്ഥനകളെ, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെ പോലും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അപമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം. നിങ്ങളൊരു നിലപാടെടുത്ത് ആരെ പിന്തുണച്ചോട്ടെ, അതിൽ കാര്യമില്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ വിശ്വാസപരമായ സംഗതികളെ ഇത്രയേറെ അപഹാസ്യമായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസി വേറൊരു വിശ്വാസിക്കെതിരെ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോ അങ്ങനെ ഒരാൾക്ക് ഇടങ്ങറുണ്ടാകാൻ, ഒരു പ്രയാസമുണ്ടാകാൻ, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസിക്കെതിരെ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതോടുകൂടി തന്നെ അയാൾ വിശ്വാസപരമായി ഇതിനപ്പുറത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പോലെ മഹാപണ്ഡിതനല്ല, വളരെ ചെറിയ പാമരനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാനൊരു ഒരു വിശ്വാസിക്കെതിരെ അയാൾക്കൊരു ഇടങ്ങറ് വരണം, ഒരു അതാപ് വരണം, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കള്ളത്തരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അയാൾക്കെതിരെ പ്രാർത്ഥിക്കുക. ആരോടാ പ്രാർത്ഥിക്കുന്നത്? മലിക്കുൽ ജബ്ബാറായ നാഥനോട്. അവിടെ കള്ളത്തരം നടക്കൂല. അവിടെ സത്യം എന്താണ്, നീതി എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഇലാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ നിങ്ങൾ അപമാനിച്ചില്ലേ? ഇസ്ലാമികമായ ആരാധനാ വിധികളെ, ഇബാദത്തുകളെ അപമാനിക്കുന്ന സാഹചര്യം പോലും ഈ മണ്ഡലത്തിലുണ്ടാക്കി. എന്നിട്ടൊക്കെ വാട്സപ്പിലാ മൗലൂദ്, അല്ലേ? അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മോശമാക്കിയതിൽ ആണ് ഞങ്ങൾക്കുള്ള പ്രതിഷേധം. ഞങ്ങൾ മാത്രമല്ല പ്രതിഷേധിച്ചത്, എല്ലാവരും പ്രതിഷേധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇത് നടത്തിയ ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന ബൂത്തുകളിലൊക്കെ സാധാരണ സ്ത്രീകളെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കണം, വന്ന് വോട്ട് ചെയ്ത് വേഗം ഒഴിവാക്കി തരുന്നതാണ്, അല്ലേ? അപ്പൊ അവർ പറയും, രാവിലെ പറയും ചായന്റെ പണി ചെയ്യട്ടെ, ഉച്ചക്ക് പറയും കുറച്ച് കുട്ടികൾക്ക് ചോറ് കൊടുക്കാണ്ട് ചോറിനത് കഴിയട്ടെ, എന്നിട്ടൊക്കെ അവസാനം 5 മണിന്റെ ഉള്ളിൽ വരെ കൊടുന്ന് വോട്ട് ചെയ്യിക്കണം. നമുക്ക് ഒരാൾക്കും അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സ്ത്രീകളൊക്കെ വീട് നിന്ന് ഇറങ്ങി വന്നിട്ട് ക്യൂ ആണ്. എവിടെ ചെല്ലുമ്പോഴും രാവിലെ 8 മണി മുതൽ നീണ്ട ക്യൂ. എന്തായിരുന്നു എന്നറിയത്? ഈ പ്രഖ്യാപനങ്ങളോടുള്ള പ്രതിഷേധമായിരുന്നു. ഇവിടെ മണ്ണാർക്കാട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിരുന്നു. ഞാനിപ്പോ SKSSനോട് അത്രയും പറയല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായതുകൊണ്ട് അതിന്റെ ആവശ്യങ്ങൾ കൂടി പറയണം എന്നതുകൊണ്ട് പറയാം. എന്താ, ഞങ്ങൾക്ക് വളരെ കൃത്യമായിരുന്നു. 5 കൊല്ലക്കാലം ഞാനിവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും എല്ലാവരോടും നടത്തിയിട്ടുള്ള എന്റെ പൊതു സമീപനമൊക്കെ വെച്ച് UDFന് ഒരു ചെറിയ മേൽക്കൈയുള്ള നിയോജക മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ സവിശേഷ സ്വഭാവമൊക്കെ ഉണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുമെങ്കിലും നമ്മളിതെല്ലാം കൂടി ഒന്ന് കൃത്യമായി സംവിധാനിച്ച് മുന്നോട്ട് പോയാൽ ഒരു 6-7 വോട്ടിന് ജയിക്കാം. UDF സംവിധാനം എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആ രീതിയിൽ ജയിക്കാം. തെരഞ്ഞെടുപ്പിന്റെ കണക്കൂട്ടലാണ്, അതൊക്കെ തെറ്റാം, ചിലപ്പോൾ അതിലേറെ ശരിയാവാം. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. ആ രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഈ പൂർവ്വചരിത്രമൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ചില ഇത്തരം സംഗതികൾക്ക് അപ്പുറത്തുള്ള ആ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചിലരുടെ ഉപദേശം, അതീ പറഞ്ഞ പോലെ ഒരു MLA എന്നുള്ള നിലക്ക് ന്യായമായ കാര്യങ്ങളിൽ എന്നെ ആര് സമീപിച്ചാലും ഞാൻ അതിനൊപ്പം നിന്നിട്ടുണ്ട്. അന്യായമായ ചില കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ അതിന് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഉള്ള വിരോധം വെച്ചിട്ട് ഇങ്ങനെ ഒരു പദവിയും കൂടി കിട്ടിയാൽ ഇവിടുത്തെ ജനവിധി അങ്ങ് അട്ടിമറിക്കാം എന്നാണ് ഇതിന് കരുതിയത്. ഈ 5-6 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.
അത് അങ്ങനെയാണ് ഇവിടെ വിലയിരുത്തപ്പെട്ടത്. 2 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നു, 2 മുന്നണികൾ സജ്ജമായി മത്സരത്തിന് ഒരുങ്ങുമ്പോ വളരെ കൃത്യമാണ് മണ്ണാർക്കാട് മണ്ഡലം എങ്ങോട്ടാണ്. അങ്ങനെയാണല്ലോ ഒരു പൊതു അഭിപ്രായത്തിനനുസരിച്ചാണല്ലോ ഇതൊക്കെ വരിക. അപ്പോ അത് അട്ടിമറിക്കാൻ ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ മതിയാവോ എന്നാണ് ഇവർ ധരിച്ചത്. അത് പ്രകാരമാണ് പ്രഖ്യാപനം വരുന്നത്. എന്നിട്ട് ഇന്നലെ പറഞ്ഞല്ലോ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. ഇന്നലെ ഞാൻ അങ്ങനെ പ്രഖ്യാപിച്ചില്ല. അതൊക്കെ എത്ര മോശമാണ്. ഞാൻ പറയുന്നത് അങ്ങ് ചെറുതാവരുത്. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ അദ്ദേഹത്തെ ഞാൻ TV കണ്ടിട്ടുണ്ട്, അതുപോലെ ഉള്ള സംഗതികൾ കണ്ടിട്ടില്ല. ഒരു വിരോധവും ഞങ്ങൾ തമ്മിലില്ല, ഒരനാദരവും ഞാൻ കാണിച്ചിട്ടില്ല. TV-യിൽ പോലും ചില ചർച്ചകളിൽ വന്നപ്പോ നമ്മളിങ്ങനെ വഴിമാറി അങ്ങ് പോയി. അതിന്റെ എന്താണ് ആ കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, എനിക്ക് യോജിപ്പില്ലാത്ത അഭിപ്രായമാണ്. എന്നാ പോലും ഞാൻ അങ്ങ് വഴിമാറിപ്പോയി. ഇനിയിപ്പോ വെറുതെ പരസ്യമായിട്ടൊരു TV-യിൽ വെച്ചൊരു സംവാദം വേണ്ട എന്ന് കരുതി. അപ്പോ അങ്ങനെ ഇത് അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇപ്പോ അത് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ മതപരമായ സംഗതികൾ, നിലപാടുകൾ സ്വീകരിച്ചോളൂ, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. പക്ഷേ ഒരു മതത്തെ, പരിശുദ്ധമായ ഒരു മതത്തെ ഇങ്ങനെ അപഹാസ്യമാക്കരുത്. നിങ്ങളെന്താ കരുതി? നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ച് 4-5 ആളുകൾ, കുറച്ച് പുതിയ വ്യവസായികളൊക്കെ കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതങ്ങ് വിഴുങ്ങാന്ന് കരുതിയോ? അതൊന്നും കഴിയില്ല. ഇത് ജനാധിപത്യമാണ്. നിങ്ങൾ അത്രമാത്രം മനസ്സിലാക്കണം. സുബഹി കഴിഞ്ഞപ്പോ കുമരമ്പത്തൂർ ചുങ്കത്ത് നിങ്ങളെത്തിയപ്പോ നമ്മളെ കുട്ടികളവിടെ എത്തിയല്ലോ. എന്താ ഇവിടെ പണി നോക്കാൻ? നിങ്ങൾ ആൾക്കാർ എവിടെയൊക്കെ പോയാൽ അതിന്റെ ഒക്കെ പിന്നാലെ ബ്ലാക്ക് കാറ്റ് വഴി നമ്മളെ കുട്ടികളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കരുതി ഇതിങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇതെല്ലാം കൂടി ഉരുട്ടി വിഴുങ്ങാന്ന്. അത് കഴിയില്ല. നിങ്ങളൊരു വെല്ലുവിളി നടത്തിയാൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിൽ, ഈ പ്രവർത്തനത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയത് SKSSF-ന്റെ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളങ്ങനെ പ്രഖ്യാപിച്ച അപ്പുറത്തുനിന്ന് ഇങ്ങനെ വരാണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അതും മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു ബുദ്ധിശൂന്യതയാണെന്ന്. എനിക്കിതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. പക്ഷേ ഇവിടെ ചില പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന പണ്ഡിതൻ ശംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ മുഖം കെട്ട് പോകും, ഇങ്ങനെ അപമാനിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ പാപം ശംസുവിനെ കൊണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. അത്രയേ ഉള്ളൂ. ഞാനിപ്പോഴും പറയും, അത് ഞാനാവുന്നതിനൊരു കാരണമാണ്. കാരണം എന്നെ വെറുതെ വലിച്ചഴിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ പാപത്തിനെ കൊണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല. ഏതായിരുന്നാലും അത് സംഭവിച്ചു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ സമീപനം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഞങ്ങളൊരു 6-7,000 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഖ്യാപനം വന്നത്. ഭയങ്കരമായിട്ട് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും കണ്ടു, സഹോദരിമാർ ഉൾപ്പെടെ നിങ്ങൾ എങ്ങനെയിട്ട് ഒറ്റയിട്ട് ആക്രമിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവരുടെ ഒരു സിമ്പതി, ഒരു ഐക്യദാർഢ്യം എനിക്ക് അനുകൂലമായി ഈ മണ്ഡലത്തിൽ അതുവഴി രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് നിന്നും നിങ്ങളങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിനനുസരിച്ച് പോകുന്നതല്ലല്ലോ ഈ മണ്ഡലം എന്നുള്ള രീതിയിലൊരു ഏകീകരണമുണ്ടായി. അതിന് ആ ചിന്തകൾക്ക് ശക്തി പകരാൻ SKSSF-ഉം സമസ്തയും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ പിൻബലം എന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രവുമല്ല, ഇതര സമുദായങ്ങളിൽ നിന്നും ശക്തമായ എങ്ങനെ ആ മൊയ്ലിയർ എങ്ങനെ പറയാം എന്ന് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചാലേ, എന്നോട് ചോദിച്ചാ പറയുന്നത്, എങ്ങനെ ഈ മൊയ്ലിയർ മണ്ണാർക്കാട് ആര് ജയിക്കണമെന്ന് മൂപ്പര് തീരുമാനിക്കും? എന്നാ പിന്നെ ഞങ്ങൾ എന്തിനാ? അല്ല, അതുകൂടി കാണണം. ഇതര സമുദായങ്ങളിൽ ഉണ്ടായ ഒരു പ്രതികരണം കൂടി കാണണം. ഇവരെടുത്ത് വരുന്ന അബദ്ധം നോക്കണേ. ഇതൊക്കെ രഹസ്യമായിട്ട് ഏർപ്പാട് ചെയ്താൽ പോരെ? ഇന്നാലും ഞങ്ങളത് കണ്ടുപിടിക്കും വേറെ കാര്യം. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞപ്പോ നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ, എന്നിട്ട് നല്ല ബന്ധമുള്ള ആളുകൾ, അവർ കണ്ണ് ചോപ്പിച്ച് കണ്ടമിടറിയിട്ടാ പറയുന്നത്, എങ്ങനെയാ മൊയ്ലിയർ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. അവരൊക്കെ കൂടി കാണിച്ചു തന്നതിനാണ് ഈ 12,325. മനസ്സിലായില്ലേ? വളരെ വലിയ പ്രതിഷേധം. ഇടതുപക്ഷ സഹയാത്രികന്മാർ പോലും ഞങ്ങൾക്ക് ഇന്നേ വരെ എന്നോട് ഇത്രയും കൂടി പറഞ്ഞു, ജീവിതത്തിൽ ഞങ്ങൾ കോണിക്ക് വോട്ട് ചെയ്തിട്ടില്ല, ഇത്തവണ കോണിക്ക് വോട്ട് ചെയ്യണം. കോണിക്ക് വോട്ട് ചെയ്യുമ്പോ അത് ചെയ്യുന്നത് ഈ മൊയ്ലിയർ ഇങ്ങനെ പറഞ്ഞോണ്ടാണ്. അത് എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അപ്പൊ ഏതായിരുന്നാലും ഉർവശി ശാപം ഉപകാരമായി. അത് ഞാനിവിടെ പങ്കുവെക്കുക. പക്ഷെ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അതുണ്ടല്ലോ, ബഹുമാനപ്പെട്ട
എപ്പിസ്താദ് ഇവിടെ ഉണ്ട്. ഞാൻ ഈ സാഹചര്യത്തിൽ ചെന്ന് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, പൊന്ത കുരുക്കേ ഉള്ളൂ, പക്ഷെ വല്ലാതെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്ക് എല്ലാ അർത്ഥത്തിലും ബോധ്യപ്പെട്ടു. ഫേസ്ബുക്കിലും വാട്സപ്പിലും ആർക്കും പൈസ കൊടുക്കണ്ട. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാൽ ആർക്കും ആവാം. ഈ വിഭാഗം ആളുകൾ വിശ്വാസികളാണെന്ന് പറയാൻ പോലും നമുക്ക് പ്രയാസപ്പെട്ടു. കാരണം അവരെ നയിക്കുന്നവർ എന്ത് രീതിയിലായി കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത്? ഇവിടെ വിശ്വാസപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. അതിനേക്കാളും ഒക്കെ ഉപരി ഒരുതരം ഭ്രാന്തമായ ആവേശത്തിൽ, ഞാൻ ആ അണികളെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരുതരം ചാവേറുകൾ, ഒരുതരം ഹിസ്റ്റീരിയെ ബാധിച്ചതുപോലെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. ഇല്ല, അവരെ തിരുത്തണം. ഞാൻ പറയുന്നത് അവരെ തിരുത്തണം. ഇതിങ്ങനെ എവിടേക്കായി പോകുന്നത്? ഞാനതൊന്നും എന്റെ നാവ് കൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ സമയത്ത് താന്നൂരിൽ നിന്നുണ്ടായിരുന്ന ഒരു വാട്സപ്പ്, പള്ളിയെ സംബന്ധിച്ചുള്ള ഒരു വാട്സപ്പ് കേട്ടു. അങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടേക്കാണ് ഈ വിശ്വാസത്തെതിരെ കൊണ്ടുപോകുന്നത്? അപ്പൊ അത് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി, അതിന്റെ പിന്നാലെ പോകുന്ന ഈ കുഞ്ഞാടുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ തിരുത്താൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് അതിനുള്ളത് അത് നമ്മളല്ലല്ലോ, അത് കണക്ക് പറയേണ്ടടുത്ത് കണക്ക് പറയേണ്ടി വരും. അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഞാനാണ് തെറ്റുകാരനെങ്കിൽ ഞാൻ, നിങ്ങളാണ് തെറ്റുകാരെങ്കിൽ നിങ്ങൾ, അത് കണക്ക് പറയേണ്ടടുത്ത് കണക്ക് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ പ്രസ്താവന ഉണ്ടാക്കിയ പ്രതിഷേധം നിങ്ങൾ പലരും ഇറങ്ങിക്കളിച്ചപ്പോൾ അതും ഞങ്ങൾ കണ്ടു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഇറങ്ങിക്കളിച്ചാൽ നിങ്ങളൊപ്പം അങ്ങോട്ട് കൂടെ വരുന്നു. ഇടതുപക്ഷക്കാർ പിൻവാങ്ങി പല ബൂത്തിലും. എന്നാ മൂല്യമാരെ നടത്തട്ടെ എന്ന് പറഞ്ഞു. അല്ല, തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അങ്ങനെയല്ലല്ലോ. പല ബൂത്തുകളിലും ഇവർ ചെന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വിവരമില്ല. അലനല്ലൂർ ഒരു ബൂത്തില് ഒരു മൊലിയരൂട്ട് പോയിട്ട് എന്റെ അടുത്ത് വെച്ചാണ്. മൊലിയന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നതാണ്, പക്ഷെ ഈ കോലത്തിൽ വന്നാലും ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നിട്ട് ഈ കുട്ടി ചെയ്യുന്നത് എന്താ വെച്ചാല് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കാം. ഇവൻ വിചാരിച്ചത് ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ ചെന്നിട്ട് ഈ ബൂത്തിൽ ക്യൂ നിൽക്കുന്നവർക്ക് ആംഗ്യം കാണിച്ച് അവരെ വോട്ട് മാറുന്ന. പിന്നെ എന്തൊക്കെ പറഞ്ഞു അറിയാം. ചില ബൂത്തില് ഈ മറ്റേ മെഷീൻ ഉണ്ടല്ലോ, വോട്ടിംഗ് മെഷീൻ, അതിങ്ങനെ ആളൊന്നും ഇല്ലെങ്കിലും വെറുതെ പീ എന്ന് പറയണം. അപ്പോ എന്താ പറയണത്? അവർ പറഞ്ഞു തരുന്നത് ചില അദൃശ്യ ശക്തികൾ വന്നിട്ട് ഇങ്ങനെ കുത്തി പോവാണ്. അദൃശ്യ ശക്തികൾ വന്നിട്ട് ഇങ്ങനെ അരിവാളിനെ കുത്തി അങ്ങനെ പോവാണ്. അതൊക്കെ പോരേന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധുക്കൾ ബാൻഡ് ഏൽപ്പിച്ചത്. ഇന്നലൊക്കെ ബാൻഡ് ഏൽപ്പിച്ചു, മറ്റു സംവിധാനങ്ങൾക്ക് ഏൽപ്പിച്ചു. അപ്പൊ ഈ കുത്തിയതുണ്ടല്ലോ, അത് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടു. ഞാൻ പറയുന്നത് ഇതിങ്ങനെ ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശമാവാം, എനിക്ക് എന്റെ നിലപാടാകാം. എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവരാനോ നിങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരാനോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ സമുദായത്തെ അപമാനിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലായില്ല, നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ജാതി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി സ്വയം അപഹാസ്യരാവാതിരിക്കുക. ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ സഹകരിച്ചു പോകേണ്ടവരാണ്. പക്ഷേ അതിലില്ലാതെ ഈ അണികളെ മുഴുവനും ഇങ്ങനെ ഭ്രാന്തമായ ആവേശത്തിൽ പരസ്പരം സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് ഇറക്കി വിടാതിരിക്കുക. ഇതിനിവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവർ പ്രചരിപ്പിച്ചത് മുഴുവനും ഈ മണ്ഡലത്തിനപ്പുറത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നടന്നൊരു സംഘട്ടനം. അവിടെ അങ്ങനെ ഒരു സംഘട്ടനം ഉണ്ടായി. ആ സംഘട്ടനത്തിൽ ദാരുണമായി രണ്ടാളുകൾ കൊല്ലപ്പെട്ടു. അതിന്റെ വിശദാംശങ്ങൾക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എങ്ങനെയാണ് ആ സംഘട്ടനം ഉണ്ടായത്, അതൊക്കെ അതിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചു. അതിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ പ്രസംഗം? അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പ്രതികളെ ഞാൻ വിളിക്കുക, അപ്പൊ വിളിച്ച് തിരിച്ചു വിടുക പറഞ്ഞത്. കൊലക്കേസിലെ പ്രതികളെ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ വിടുവോ? അവരൊക്കെ 27ഓളം പ്രതികൾ കൃത്യമായും കോടതി മാസങ്ങളോളം റിമാൻഡ് ചെയ്തിട്ട് നിയമത്തിന്റെ വഴിയിലൂടെ ജാമ്യത്തിൽ പുറത്തു വന്നാണ്. ഇനി ആ കേസിന്റെ വിചാരണ നടക്കാൻ പോവാണ്. അത് നടക്കട്ടെ. പക്ഷെ ആ ഒരു കാര്യം വീണ് കിട്ടിയതുപോലെ അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി. അത് ദുഃഖകരമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ആളുകൾ തമ്മിൽ എന്തിന്റെ പേരിലായാലും അക്രമവും കൊലപാതകവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് അവിടുത്തെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ സംഭവിച്ചു പോയി. അങ്ങനെ സംഭവിച്ചു പോയത് ഒരു നല്ല അവസരമായി കണ്ടുകൊണ്ട് ലീഗിന്റെ പ്രവർത്തകന്മാർക്കും സമസ്തക്കും സമസ്തന്റെ പ്രവർത്തകന്മാർക്കുമെതിരെ അതൊരു അവസരമാക്കി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് തെറ്റ്. അത് അവിടെ ഉണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതിനു മുമ്പും അവിടെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകക്ക് വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവുമുണ്ട്.
അങ്ങനെ ഉണ്ടായിപ്പോയെങ്കിൽ ഇതൊരു അവസരമായിട്ട് 3 കൊല്ലത്തോളമായ ആ സംഭവം ഉണ്ടായിട്ട് അതുവരെ പറയാത്ത കാര്യങ്ങൾ, 3 കൊല്ലമായിട്ട് പറയാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നാൽ നിങ്ങളങ്ങ് പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ചൊക്കെ നാട്ടുകാർ വിശ്വസിക്കുന്നു പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ പൊതുപ്രവർത്തകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നത്? ആ സംഭവം എന്താണെന്ന് ഈ നാട്ടുകാർക്കറിയാം, മണ്ണാർക്കാട്ടുകാർക്കറിയാം. ഞാൻ എന്താണെന്നും മണ്ണാർക്കാട്ടുകാർക്കറിയാം. സംഘർഷവും സംഘട്ടനവും അക്രമവും അതൊക്കെ ഇപ്പൊ ചിലപ്പോ ഒരു വലിയ പാർട്ടിയാകുമ്പോ, ഒരു വലിയ സംവിധാനമാകുമ്പോ പലരും പല സ്വഭാവക്കാരായിരിക്കും. പക്ഷേ ഒരു ഘട്ടത്തിലും ഒരക്രമത്തെയും നമ്മളാരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇനിയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. അതിനൊക്കെ വിശ്വാസം തന്നെയാണ് നമ്മുടെ മുതൽക്കൂട്ട്. അക്രമം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നിലപാടുകൾ ഉണ്ടെന്ന് മണ്ണാർക്കാട്ടുകാർക്കറിയാം 5 കൊല്ലം കൊണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ നിങ്ങൾ കരുതിയത് എന്താ വെച്ചാൽ ഒരു വലിയ വയൽ സംഘടിപ്പിച്ച് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ മണ്ണാർക്കാടിന് പുറത്തുനിന്ന് കുറെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ബഹളം വെച്ച് ഈ നാടിലെ ജനവിധി അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ ധരിച്ചത്. അത് മണ്ണാർക്കാട്ട് ജനത, മണ്ണാർക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങളും. എനിക്കതാണ് എന്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഒരു നിലക്കും ചിന്തയിൽ പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത കാര്യം പറഞ്ഞ് എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയപ്പോ, അങ്ങനെ വ്യാജ പ്രചരണം നടത്തി വേട്ടയാടിയപ്പോ 5 കൊല്ലത്തെ എന്റെ സേവനത്തെ മാത്രം കണ്ടുകൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടുകാർ ഒന്നിച്ചു നിന്നു. അങ്ങനെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അങ്ങനെ വേട്ടയാടാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞ ഈ നാടിനോട് ഞാൻ എന്റെ ജീവിതവും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര വലിയ കടപ്പാടാണ്, മധുരമായൊരു പ്രതികാരമായി. നിങ്ങളത് പറഞ്ഞപ്പോ കുറച്ച് ദിവസത്തിന് ഞങ്ങൾക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അവലോകനം ചെയ്തു നോക്കുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളോടൊരു മധുരമായ പ്രതികാരം ചെയ്തു. അങ്ങനെ ആക്രമിക്കാൻ ഒരാളെ വിട്ടുതരില്ല, നന്മയുള്ള പൊതുപ്രവർത്തകന്മാർക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി ഞാൻ ഏറെ പ്രയാസപ്പെട്ട ഈ സന്ദർഭത്തിൽ എനിക്കെല്ലാത്തിനും എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ ചോദിക്കും. തങ്ങൾ തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഹൈറാവും, നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞു. അതെന്നെയായിരുന്നു എന്റെ കരുത്ത്. ഇവർ ഈ ജാതി ബഹളങ്ങളൊക്കെ 4 ഭാഗത്ത് കാണിക്കുമ്പോഴും, അതുപോലെ ഈ വേദിയിലുള്ള നിരവധി പണ്ഡിതന്മാർ അവരൊക്കെ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു. ഒന്നും മോൻ പേടിക്കണ്ട, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ആ പണ്ഡിതന്മാർ പറയുന്നത് സംഭവിക്കും. അവരിങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കാപട്യവും ഇല്ലാതെ മനസ്സ് അള്ളാഹുവിൽ തവക്കലാക്കി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് നടത്തുന്ന ഈ ഋഷിതുല്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ പറയുന്നത് തന്നെയാണ് ഭവിക്കുക, അവർ പറയുന്നത് തന്നെയാണ് സംഭവിക്കുക. അവരുടെ അനുഗ്രഹം തന്നെയാണ് നമുക്കൊക്കെ വിജയത്തിലേക്കുള്ള വഴി. അത് മണ്ണാർക്കാടും തെളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ SKSSF എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, നമ്മുടെ ഈ ഒരു ആദർശത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം വളരെ വലുതാണ്. എല്ലാ നിലക്കും പ്രതിരോധിച്ചു. നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോ അതിനെ മറിച്ചൊന്നുകൊണ്ട് പ്രതിരോധിച്ചു. അത് സൈബർ ലോകത്താവട്ടെ, അത് അച്ചടി രംഗത്താവട്ടെ, ഏത് രംഗത്തും അവർ പ്രതിരോധിച്ചു. SKSSFിനോടുള്ള കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ സമസ്തയുടെ നേതാക്കന്മാർ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്റെ ജീവിതം കൊണ്ട് മറുപടി പറയും എന്ന് മാത്രമാണ് എനിക്ക് അവരോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ എന്നെ സഹായിച്ച എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സർവശക്തനായ തമ്പുരാൻ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.